ദ ടിപ്പിക്കൽ ഡ്രിങ്കേഴ്സ് ഇൻ കേരള. അതായത് കേരളത്തിലെ കുടിയന്മാർ. അതായത് ചില മദ്യപാനികള് പൂക്കുറ്റി പോലെയാണ്. കഴിക്കുന്നതും കാണാം, ഓഫാകുന്നതും കാണാം. അവരെ കൊണ്ട് ആർക്കും യാതൊരുവിധ ശൈലിയും ഉണ്ടാവില്ല. കഴിക്കുക, എവിടെയെങ്കിലും ആൾക്കിടന്ന് ഉറങ്ങുക. ചിലര് വളരെ കുറച്ച് കഴിക്കുള്ളൂ. അതായത് ഒരു ബിയറോ 2 പെഗോ ഒക്കെ കഴിക്കുള്ളൂ. പക്ഷെ 100 രൂപയുടെ അഭിനയം അവരവിടെ കാഴ്ചവെക്കും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അതിനും വേണ്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഒടുക്കത്തെ പെർഫോമൻസ് നടത്തും. കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടാത്ത അവർ ആ നേരത്തെ അവർക്ക് കണ്ണിന് കാണും. അവർക്ക് മാപ്പ് ചോദിക്കണം. പിന്നെ എന്തൊക്കെയാണോ നടക്കണത്. പിന്നെ അവരുമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. ഇന്നലെ വരെ അവരുമായിട്ട് നോർമലായിട്ടിരിക്കുമ്പോൾ കണ്ടാൽ തല്ലാൻ നടന്ന ടീംസ് ആയിരിക്കും. 3 എണ്ണം അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ പണ്ട് ഒന്നിച്ച് കളിച്ചതായിരുന്നു, ഞങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു, ഞങ്ങൾ പണ്ട് ഇങ്ങനെയായിരുന്നു, അങ്ങനെ അതുവരെ കൂടെ നേരെ ചവിട്ടി ഇവരങ്ങ് പുറത്താണ്. പിന്നെ വേറെ ചില ഐറ്റംസ് ഉണ്ട്. സാധാരണ അവർ നമ്മളോട് ഒന്നും സംസാരിക്കാനുണ്ടാവില്ല. കൂടെ ഉണ്ടെങ്കിലും 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഒടുക്കത്തെ സ്നേഹമായിരിക്കും, ഒടുക്കത്തെ വർത്തമാനമായിരിക്കും. ഊരിപ്പോലെ നമ്മൾ തമ്മിൽ പെടാപ്പാട് വരും. പിന്നെ കെട്ടിപ്പിടുത്തായി, മുത്തം കൊടുത്തായി, എന്റെ പൊന്നോ, നമ്മളെ ശ്വാസം മുട്ടിച്ച് വെറുപ്പിച്ച് കൊല്ലും. വേറെ ചിലവന്മാരുണ്ട്. അവന്മാര് കുടിക്കാനിരുന്ന കുപ്പിയുടെ ആത്മാവുമായിട്ട് പിന്നെ തിരിച്ചു വരത്തുള്ളൂ. പിന്നെ അവർക്ക് ഒന്നും തികയത്തില്ല. ഇവിടെ തീർന്നാൽ അവർ അപ്പുറത്ത് ആരെങ്കിലും ചേർക്കടിക്കുന്നുണ്ടെങ്കിൽ അവളെ ചെല്ലും വല്ലതും കിട്ടുമെന്നറിയാം. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, നമ്മൾ മിണ്ടാതിരുന്നാലും അവർക്ക് കുഴപ്പമായിരിക്കും. വീട്ടിൽ ഇച്ചില്ലാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വരെ അവർ ക്ലാസ് എടുക്കും. കൊച്ചിന് പറയുന്നതൊന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തോടെ കൊച്ചിന്റെ കഷ്ടകാലം. കൊച്ചിനെ ചിരുത്തി പിന്നെ കാറലായി, ബഹളായി. പിന്നെ കൊച്ചിനെ ഊരിയെടുക്കാൻ തന്നെ നമ്മൾ പറയാം കഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കത്തും ഇല്ല, അംഗീകരിക്കത്തും ഇല്ല. നമ്മളെന്താ അവരെ നിയന്ത്രിക്കാൻ ചെല്ലണം എന്നുള്ളൊരു ധാരണയാണ്. എന്നിട്ട് ഇടക്കിടക്ക് നമ്മളോട് പറയും എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വേറെ ചിലരുണ്ട്. അവർക്ക് മൂക്കമുട്ട് കുടിക്കാൻ വേണം. വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബക്കാരും ആരും അറിയാനും പാടില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക ബ്രാൻഡുകൾ നോക്കിയടിക്കും. വേറെ ചിലരുണ്ട് ഭയങ്കര അഗ്രസീവായിരിക്കും. പിന്നെ അവർ വീട്ടിൽ വന്നാൽ കിട്ടണത് വലിച്ചെറിയും, ബഹളം വെക്കും. നമ്മളോട് വെറുതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. വീട്ടിലെ സാധനങ്ങളൊക്കെ വലിച്ചെറിയും. ചില നേരത്ത് അവർ നമ്മളെ കയ്യേറ്റം ചെയ്തെന്ന് തന്നെ ഇരിക്കും. പക്ഷെ ഇതിലൊക്കെ ട്വിസ്റ്റ്, നാളെ നേരം വെളുത്തിട്ട് ഇതൊക്കെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ചെയ്തോന്ന് അവർ ചോദിക്കും. അത് മാത്രമല്ല, ഈ കാട്ടായം കാണിക്കണവരൊക്കെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കുറ്റം പറഞ്ഞവരായിരിക്കും. ഇവരൊക്കെ ഒരു മര്യാദയില്ലേ, കുടിച്ചിട്ട് മര്യാദ നിന്നാൽ പോലെ എന്ന് അവർ കുടിച്ചപ്പോൾ കുറ്റം പറഞ്ഞ ടീംസ് ആയിരിക്കും വീട്ടിൽ വന്ന് ഈ കാട്ടായം കാണിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കഥയോ കഥാപാത്രവുമായി ആർക്കെങ്കിലും ബന്ധം തോന്നിയാൽ അത് വെറും യാദൃച്ഛികം മാത്രം. ഓക്കെ, സോ മെൻഷൻ ദാറ്റ് കുടിയൻ ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.